ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി CA16 പോവാണ്. CA16 ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് എങ്ങനെ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദീസ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ് ഓഫ് ഡിറ്റർമൈൻ ദ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ +1 പഠിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. എന്താണ് ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും തമ്മിലുള്ള വ്യത്യാസം? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഏതിനാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഓൺ ടാഞ്ചിബിൾ അസറ്റ്, അല്ലേ? ടാഞ്ചിബിൾ അസറ്റിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്നുള്ള ടേം ഉപയോഗിക്കുക. എന്നാൽ അമോർട്ടൈസേഷൻ ഏതിനാണ് ഉപയോഗിക്കുക? ഇൻടാഞ്ചിബിൾ അസറ്റ്. ദാറ്റ്സ് ഓൾ. പിന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആസ് യൂഷ്വൽ, ഒബ്ജക്റ്റീവ്, യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. സ്കോപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ വേണമെങ്കിൽ അതിനൊരു മെത്തേഡ് പറഞ്ഞുതരാം. സ്കോപ്പ് എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു സാധനം ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി, പോയിൻ്റായിട്ട് പഠിച്ചാൽ മതി. ദിസ് സ്റ്റാൻഡേർഡ് ഷാൾ ബി അപ്ലൈഡ് ടു കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് റിക്വയർ ഫസ്റ്റ് വൺ മെഷർമെൻറ്റ് ബൈഹാർട്ട് ചെയ്യുക. നമ്പർ 2 അസൈൻമെൻറ്റ്. നമ്പർ 3 പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. ഇങ്ങനെ 4 പോയിൻ്റ് പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് പഠിച്ചപ്പോൾ തന്നെ ഞാനും പഠിക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വൺ മെഷർമെൻറ്റ്, അസൈൻമെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. മെഷർമെൻറ്റ്, അസൈൻമെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. പഠിച്ചില്ലേ? ഓക്കെ ആണോ? യെസ്, ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത് പഠിച്ചു വെക്കുക. ഇപ്പോൾ തൊട്ട് മുകളിലുള്ളതിൽ നമ്മൾ നോക്കിയാലും ക്ലാസിഫിക്കേഷൻ റിക്വയർ മെഷർമെൻറ്റ്, അസൈൻമെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. ഇതൊരു കോമൺ ആയിട്ട് എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഏതിനാണ്? ഓഫ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏത് കൊടുക്കുക? ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ ഇൻക്ലൂഡിങ് ദോസ് റിക്വയറിങ് അറ്റസ്റ്റേഷൻ. ഈ ഒരു ടേം ഇങ്ങനെ പഠിച്ചിട്ട് ചാമ്പ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ CA.